ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. എവിടെ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇതേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഐറ്റം കണ്ട, ഈ ഒരു പെട്ടിയിൽ ഒരു ക്രിസ്മസ് അപ്പാപ്പനാണ്. അതും ഈ കാണുന്ന പോലെ ചെറിയ ക്രിസ്മസ് അപ്പാപ്പനല്ല, വലിയ ക്രിസ്മസ് അപ്പാപ്പൻ. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ 2 വർഷം മുമ്പ് പുത്തമ്പള്ളി, തൃശ്ശൂർ പുത്തമ്പള്ളി മാർക്കറ്റിലൊന്ന് കറങ്ങിയപ്പോൾ അവിടെ നമ്മൾ ഈ പെട്ടി കണ്ടു വാങ്ങിയതാണ്. അപ്പോൾ നമ്മളന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ, ഈ ക്രിസ്മസ് അപ്പാപ്പനെ കാണാൻ ഇപ്പോൾ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തെടുത്ത് നമ്മൾ വീർപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ക്രിസ്മസ് അപ്പാപ്പനാണെന്നാണ് പറഞ്ഞത്. അതായത് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് പാപ്പയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും 2 വർഷമായിട്ട് നമ്മുടെ സംഭവം കാണാതിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയിട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് മൂടിപ്പോയി. ഇന്ന് നമ്മൾ ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തപ്പി ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ക്രിസ്മസ് ഇങ്ങനെ വന്നു. അപ്പോൾ ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പെട്ടി തുറന്ന് അൺബോക്സിംഗ് കൂടെ തുടങ്ങിയാലാ. 2 വർഷം എടുക്കാതിരുന്നതിൻ്റെ ക്ഷീണം നമ്മുടെ പെട്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെട്ടി തുറന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ക്ലോത്ത് മെറ്റീരിയൽ പോലത്തെ പാപ്പയാണെന്ന് തോന്നുന്നു. അപ്പോൾ സംഭവം നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിതേ ഒരു അഡാപ്റ്ററൊക്കെ വരുന്നുണ്ട്. അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പാപ്പേനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീർപ്പിക്കാനായിട്ട് വേറെ ഐറ്റംസ് ഒന്നും തപ്പി നടക്കണ്ട. ഇതിൽ തന്നെ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവും. ഉണ്ട് അതെ, ഇത് ഈ കാണുന്ന ഫാനാണെന്ന് തോന്നുന്നു ഇതിലേക്കുള്ള എയർ ബ്ലോ ചെയ്തത് വീർപ്പിക്കുന്നത്. പിന്നെ ദേ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇത് അടിച്ച് താഴെ സെറ്റ് ചെയ്യാനുള്ള കമ്പിയും കയറും ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. കണ്ട ഫാനിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ആൾക്ക് കയറാനാണെന്ന്, പക്ഷേ ആൾ കയറാനുള്ള വലിപ്പമില്ല. ഇത് തുറക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുമെന്ന് നോക്കാം. ഉള്ളിൽ തുറക്കുമ്പോൾ ദേ ഈ കാണുന്ന കണ്ട് ഇതിൻ്റെ ബ്ലോവർ വരുന്നത് കണ്ടോ. ഈ കാണുന്ന ബ്ലോവർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ ഇൻടേക്ക് എടുത്തെന്ന് അറിയാൻ പോകുന്നത്. ഇത് അങ്ങനെ തന്നെ അടച്ചു വെക്കാട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സംഭവം വീർപ്പിച്ച് നോക്കാം. നേരെ കറണ്ടിലേക്ക് കൊടുക്കുകയാണ് നമ്മളെ. നമ്മൾ വെച്ചപ്പോഴേക്കും എന്തേ സംഭവം ഓണായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നത് വീർക്കട്ടെ. വീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനത്തെ നോക്ക്, നമ്മുടെ പാപ്പ വീർത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെക്കാളും വലുപ്പമുള്ള വലിയ പാപ്പയായി മാറിയേക്കാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ക്രിസ്മസ് അപ്പാപ്പൻ, ഇൻഫ്ലേറ്റബിൾ ക്രിസ്മസ് അപ്പാപ്പൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ചുരുങ്ങി പോകും, അല്ലാതെ ഈ എയർ നിൽക്കില്ല കേട്ടോ. നമ്മുടെ പാപ്പേനൊക്കെ വീർപ്പിച്ച് റെഡിയാക്കിയില്ലേ. അപ്പോൾ നമ്മുടെ പാപ്പയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാപ്പ ചുരുങ്ങി പോകും. അതുപോലെ തന്നെ വേറൊരു ഡ്രോബാക്ക് ആണ്, ഈ പാപ്പയ്ക്ക് നിന്നോടത്ത് നിൽക്കാനേ പറ്റുള്ളൂ, ചലിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിൽക്കുന്ന പാപ്പേനെ ചലിക്കുന്ന പാപ്പയാക്കി മാറ്റാൻ പറ്റുമോ, അതായത് പാപ്പ ഇവിടെയൊക്കെ ഓടി നടക്കണം, ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അതായത് അഡീഷണൽ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ ഈ പാപ്പയ്ക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫുൾ ടൈം നമ്മുടെ ബ്ലോവർ നമുക്ക് ഓൺ ആയിട്ടിരിക്കണം, എന്നാലേ നമ്മുടെ പാപ്പ വീർത്തിരിക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാപ്പ ചുരുങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു ടാസ്ക് കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പണി തുടങ്ങിയാണ്. അപ്പോൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അപ്പോൾ മച്ചാന്മാരെ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലൈവുഡിൽ നമുക്ക് വേണ്ട പ്ലാറ്റ്ഫോം കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ പാപ്പയ്ക്ക് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പീസ് കട്ട് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഓടുന്ന പാപ്പേനെ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഹൈ പവേർഡ് ആയിട്ടുള്ള 2 മോട്ടർ നമുക്ക് വേണം. RPM കുറവാണ്, പക്ഷേ ടോർക്ക് കൂടുതലുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ റബ്ബർ വീലുകളാണ്. ഇത് ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്കിൽ റബ്ബർ ഗ്രിപ്പ് വരുന്നതാണ്. ഇത് നമുക്ക് മോട്ടറിലേക്ക് ഇങ്ങനെ ഷാഫ്റ്റിലേക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ട സാധനമാണ് ബ്രഷ്ഡ് ESI. അതായത് നമ്മൾ സാധാരണ ഡ്രോൺ മോട്ടറിന് ബ്രഷ്ലെസ് ESI ആണ് യൂസ് ചെയ്യാറ്. ഇത് ബ്രഷ്ഡ് ആണ്. ഇതിൽ ഹീറ്റ് സിങ്കും അതുപോലെ ഫാനൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ഹൈ ടോർക്ക് വരുന്ന മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് റേഡിയോ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫ്ലൈ
ഐസ്കൈഡ് റിമോട്ടും റിസീവറും നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് കാസ്റ്റർ വീൽ വേണം. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടികളൊക്കെ അടിക്കുമ്പോൾ അതിൽ മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കാസ്റ്റർ വീലാണ്. പിന്നെ ബാറ്ററി വേണം. നമുക്ക് 7Hന്റെ 12 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പണികൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ മോട്ടറിലേക്ക് നമ്മുടെ വീല് വെച്ച് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ആദ്യം തന്നെ നമ്മുടെ 2 മോട്ടറുകളിലേക്കും വീല് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീല് ഇച്ചിരി ഹൈ ഗ്രേഡ് വീല് നമ്മൾ എടുക്കണം, കാരണം ഇത്ര വെയിറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു ടയർ പോകാനുള്ള ഹോളൊക്കെ കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ ഡ്രില്ല് ചെയ്ത് അതിനുശേഷം നമ്മൾ ജിക്സ് വെച്ച് കട്ട് ചെയ്യാണ്. ഇനി കാസ്റ്റർ വീലിൻ്റെ ആ ഒരു വീല് നമ്മൾ അഴിച്ചെടുത്ത് 4 മൂലയ്ക്ക് ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു പൊടി ഇട്ടിട്ടുണ്ട്. ആ പൊടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസ്റ്റർ വീലിലേക്ക് നടുക്കിടുന്ന ഷാഫ്റ്റ് നമുക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിക്ക് കറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് നമ്മളത് മൊത്തം സ്ക്രൂ ചെയ്ത് കൊടുക്കുക. നമ്മൾ 4 മൂലയ്ക്കും 4 കാസ്റ്റർ വീലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫ്രീ ആയിട്ട് മൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളുടെ 2 വീലുകൾ, അതായത് മെക്കാനിക്കൽ വീലുകൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ നമ്മുടെ റബ്ബർ ട്യൂബ്, നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ റബ്ബർ ട്യൂബില്ലേ, അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ക്ലാമ്പ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. നോക്കി, നല്ല ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ട്. അങ്ങനെ 2 മോട്ടറുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള വയർ സോൾഡർ ചെയ്യാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ ESA മോട്ടറിലേക്ക് വരുന്ന ആ വയറുകൾ നമ്മൾ നേരെ സോൾഡർ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. 2 മോട്ടറിൻ്റെ 2 ESA വരുന്നുണ്ട്. അത് രണ്ടും നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇളകി പോകാതിരിക്കാവുന്ന രീതിയിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ മോട്ടോർ കൺട്രോളർ നമ്മൾ കണക്ട് ചെയ്യാം. ഇതിന് മുമ്പ് കുറേ വീഡിയോസിൽ കാണിച്ചു തരണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ വയർ ജോയിന്റുകളൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ പാപ്പയ്ക്ക് ഓടാനുള്ള സെറ്റപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് നമ്മളിതൊന്ന് ടെസ്റ്റ് അടിക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് റിമോട്ടിൽ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ത്രോട്ട് കൊടുത്ത് നോക്കുകയാണേ. ഓക്കെ, ഫോർവേഡ് പോകുന്നുണ്ട്, റിവേഴ്സ് ഓക്കെ, ലെഫ്റ്റ്, റൈറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട മെക്കാനിസം മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാപ്പേനിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള പീസാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് വിജാഗിരി വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ പാപ്പേനെ നമ്മൾ നോക്കി പ്ലാറ്റ്ഫോം മുമ്പോൾ ഒരു കയറ്, അതുപോലെ തന്നെ നമ്മുടെ രാശിക്കായൊക്കെ വെച്ചിട്ട് കെട്ടി ഇങ്ങനെ യോജിപ്പിച്ചൊക്കെയാണ് 4 സൈഡിലും. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ബോക്സിൻ്റെ മുകളിൽ പാപ്പ ഇരിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം മച്ചാമാരെ, അങ്ങനെ നമ്മുടെ മൊത്തം പണി കഴിഞ്ഞു. ഇപ്പൊ പാപ്പ നമ്മളുടെ ഓടുന്ന സ്റ്റാൻഡിലായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണ്ട് നമ്മുടെ ഓടുന്ന പാപ്പ എങ്ങനെയാണ് ഓടുന്നതെന്ന്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ 12 വോൾട്ടിന്റെ ബ്ലോവർ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതിന്റെ വയർ കട്ട് ചെയ്ത് നേരെ നമ്മൾ വെച്ചിരുന്ന ബാറ്ററിയിലേക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇനി നമ്മുടെ പാപ്പ വീർത്ത് വരാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നേരെ ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം നോക്കണ്ടേ. നമുക്ക് നേരെ നമ്മുടെ കോട്ടപ്പുറത്തേക്ക് പോവാം. അങ്ങനെ നമ്മുടെ പാപ്പേനെ ഓടിക്കാനുള്ള സ്ഥലത്ത് എത്തിക്കാണ് ഇപ്പോൾ നമ്മുടെ കോട്ടപ്പുറം പാർക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നേരെ നമ്മുടെ വണ്ടി ഇറക്കാണ്. വണ്ടി എന്ന് പറയാൻ പറ്റൂല, ഞാൻ വീലുള്ളത് എപ്പോഴും മനസ്സിൽ വണ്ടി എന്നാണ് വരുന്നത്. നമ്മുടെ പാപ്പനെ നമ്മൾ ഇറക്കാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ മുതലിന്. അങ്ങനെ നമ്മുടെ പാപ്പ വണ്ടി നമ്മളിനി ഓടിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ട് സെറ്റ് ചെയ്യാൻ പോവാണേ. നല്ല വെയിറ്റ് ഉണ്ട്, 2 ബാറ്ററിയാണ് ഇതിൽ കയറിയിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട് പട്ടിക്കുട്ട. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇവിടെയുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഓണാക്കാൻ പോകുന്നത്. അപ്പം ഇനി നമ്മുടെ പാപ്പേനെ നമ്മൾ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സൂര്യനൊക്കെ പോയി ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാലും നമ്മൾ എന്തായാലും ഓണാക്കാണ്. ഓക്കെ, നമ്മുടെ പാപ്പേനെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പാപ്പ ഒന്ന് വീർത്ത് വരട്ടെ, കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാപ്പ വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിന്ന് ആയതുകൊണ്ടൊന്ന് തോന്നുന്നു ഇച്ചിരി സ്ലോ ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. പിള്ളേരൊക്കെ വന്നിട്ടുണ്ടോ കാണാനായിട്ട്. ഇതാരത്? ആരാ? ഇസബല്ലടാ. പാപ്പേനെ കാണാൻ വന്നാണാ? പാപ്പ ഇപ്പോൾ വലുതാവും. പിള്ളേരൊക്കെ വന്ന് പാപ്പേനെ പണിത് തുടങ്ങി. ഇനി എത്രത്തോളം നേരം ഇവിടെ പാപ്പ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇസബല്ല, പാപ്പയ്ക്ക് ഒരു ഇടി കൊടുത്തേ. ഇടിച്ചോ, പാപ്പേനെ ഇടിച്ചോ പാപ്പേനാ. നല്ല ഇടി കൊടുക്ക്. ഇടിക്കണം പാപ്പേനാ. ഓ, ബോക്സറാണെന്ന് തോന്നുന്നു. എടാ, ഇടി ഭയങ്കര ഇടിയായിട്ടാ, പ്രശ്നമായി. ചേട്ടൻ ഇനി ഓടിച്ചാണ് ചേട്ടാ പാപ്പേനാ. അച്ചു ഇടിച്ചോ, കുഴപ്പമില്ല.
ഇത് സംഭവം പ്ലാൻ മാറിപ്പോയടാ. ഇതിപ്പോ ഇടിക്കണ പാപ്പയായി പോയി. വന്നെല്ലാരും ഇടിക്കുന്നുണ്ട്. ഇടിച്ചോ നല്ലിട്ട് ഇടിച്ചോ ചെല്ല്. ഇനി ഓടിച്ചിട്ട് ഇടിച്ചോ. പാപ്പിനിടിച്ചോ ബാ ഇടിച്ചോ പാപ്പിനിടിച്ചോ. അയ്യോ ഇടിച്ചോടാ, പോയി ഇടിച്ചോ, പാപ്പിനിടിച്ചോ ചെല്ല്. പൊട്ടിക്കിണ്ടി. അയ്യോ പാപ്പു വിചാരിക്കണ്ടോ ദൈവം എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന്. അപ്പൊ നമ്മുടെ പാപ്പ ഒരു രക്ഷയില്ലാണ്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം സക്സസ് ഇട്ടാ. പയ്യടിച്ചോടാല്ലേ പൊട്ടിപ്പോകുന്നത്. പാപ്പ വിചാരിക്കണ്ടോ തമ്പുരാൻ എന്തിനിവിടെ വന്നേന്ന്. പാപ്പയുടെ നടുമ്പുറം ഓടിച്ചൂടാ. ശേഖരന്റെ നാട്ടി മേടിച്ച് നീ അടങ്ങൂല്ലടാ. എവിടെ പന്നി ഓടിക്കോ. പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. സാന്റന ഇഷ്ടായ സാന്റന ഇഷ്ടായി എല്ലാവർക്കും ഇഷ്ടായ സാന്റന ഇഷ്ടായടാ. അപ്പൊ നമ്മളെ സാന്റ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സാന്റയ്ക്ക് നിലം തൊടാൻ നേരം ഉണ്ടായിരുന്നില്ല. സാന്റ അവൻ നോക്കിയടാ നിർത്താൻ നോക്കിക്കണ് സാന്റനെ ഇടിക്കാനായിട്ടാ. കണ്ട ഞാൻ പറഞ്ഞോട്ടാ, അവൻ ഇടിക്കാൻ നോക്കിക്കണ് സാധനം. അവൻ ഉന്നം വെച്ചിരിക്കണ് കേട്ടാ. ആ സാധനം എപ്പോ ഓഫ് ആവണോ അപ്പിടിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ പാപ്പ അടിപൊളിയായിട്ട് ഇപ്പൊ വീർത്ത് നിൽക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇടിച്ച് മതിയായിട്ടില്ല. ഇടിച്ച് മതിയായ പാപ്പേന? മതിയായി. പാപ്പേനെ ഇടിച്ച് മതിയായി. പാപ്പേനെ ഇടിച്ച് പരിപ്പെടുത്തു എന്ന് പറയാലോ. ആ ഒരു അവസ്ഥയായിരുന്നു. പിള്ളേർക്ക് ഹാപ്പിയാണോ? ഭയങ്കര ഇഷ്ടായോ? ഇഷ്ടായോ നിങ്ങക്ക്? എല്ലാവർക്കും ഇഷ്ടായ? അപ്പൊ പാപ്പേനെ പിള്ളേർക്ക് ഇഷ്ടമായി. നമ്മ മുതുക്കന്മാർക്കല്ല പിള്ളേർക്കല്ല ഇത് എൻജോയ് ചെയ്യണ്ടേ. എന്തായാലും പിള്ളേർക്ക് സംഭവം ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഹാപ്പി, പിള്ളേര് ഹാപ്പി ആണെങ്കിൽ നമ്മള് ഹാപ്പി. അപ്പൊ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ എല്ലാവരും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. അങ്ങനെ നമ്മൾ സംഭവം പറഞ്ഞു ഒരു ഹാപ്പി ആയിട്ടാ. നമ്മുടെ ക്രിസ്മസ് അപ്പാപ്പൻ ഓടുന്നുണ്ട്, നല്ലോണം വീർത്ത് നിൽക്കുന്നുണ്ട്, നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. പിള്ളേരൊക്കെ ഹാപ്പി. പിള്ളേർക്ക് ഇടിച്ചിടിച്ച് മതിയായിട്ടില്ല. പാപ്പയാണെങ്കിൽ ആകെ കഷ്ടത്തിലായി. അങ്ങനെ പാപ്പ വന്ന് എല്ലാവർക്കും ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പാപ്പ പോകാനുള്ള പരിപാടിയാണ്. നേരെ ഇട്ടണിക്കുമ്പോൾ പാപ്പയ്ക്ക് വീട്ടിലെത്തണ്ടേ. അപ്പോൾ നേരെ നമ്മുടെ പാപ്പേനെ ഓടിച്ച് നമ്മൾ കൊണ്ടുപോകാട്ടോ നേരെ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പപ്പാനീനെ ഇറക്കി. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ഇട്ടാ. നമ്മൾ ഹാപ്പി ആണല്ലോ, പിള്ളേർ ഹാപ്പി ആണല്ലേ കാര്യം. അപ്പോൾ എന്തായാലും പപ്പാനി ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയമൊക്കെ ഇരുട്ടി. നമ്മുടെ കോട്ടപ്പുറം സീരീസിൽ ഇനിയിപ്പോൾ ഒരു നൈറ്റ് വൈബിൻ്റെ സമയമാണ്. നമ്മളാണെങ്കിൽ പരിപാടി നിർത്തി പോവാണ്. ടാറ്റാ.